ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും 2026 എന്ന പുതുവർഷത്തിൽ ദൈവത്തിൻ്റെ സകലവിധമായ അനുഗ്രഹങ്ങളും, ദൈവത്തിൻ്റെ സകലവിധമായ നന്മകളും, സകലവിധമായ പരിപാലനവും കർത്തൃനാമത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ഈ വർഷം കർത്താവ് എനിക്ക് നൽകി തന്നിരിക്കുന്ന ഒരു ദൈവിക സന്ദേശം നിങ്ങളുമായി ഞാൻ കർത്താവിൽ കൈമാറുവാൻ ആഗ്രഹിക്കുകയാണ്. 2 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു: യഹോവ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി രാജാവിന് സ്വസ്ഥത നൽകിയ ശേഷം. ഒരു വലിയ ദൈവിക സ്വസ്ഥതയുടെ വർഷമായി 2026 കർത്താവ് നിങ്ങൾക്ക് നൽകി തരുമാറാകട്ടെ. Let it be an year of divine rest in your life. ഈ വർഷത്തിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ ദൈവം വലിയ വിജയങ്ങൾ നൽകി തരും. കർത്താവ് നിങ്ങളെ ഒരു വലിയ സ്ഥിരതയിലേക്ക് കൊണ്ടുവരും. ദൈവത്തിൻ്റെ വലിയ അത്ഭുത പ്രവർത്തികളിലൂടെ ദൈവം നിങ്ങളെ ഒരു സ്വസ്ഥതയുള്ള അനുഭവത്തിലേക്ക്, 23-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നതുപോലെ നിങ്ങളുടെ ചുറ്റുപാടുകളിൽ ഒരു വലിയ ദൈവിക സ്വസ്ഥതയെ കർത്താവ് കൽപ്പിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഹൃദയത്തെ തണുപ്പിക്കുമാറ്, നിങ്ങളുടെ മനസ്സിന് സ്വസ്ഥത നൽകുമാറ്, നിങ്ങളെ തണുപ്പിക്കുന്ന അനേകരെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഈ വർഷം എഴുന്നേൽപ്പിക്കുകയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. നിങ്ങളെ വ്യാകുലപ്പെടുത്തുന്ന അനവധി വിഷയങ്ങളുടെ മേൽ ഈ വർഷത്തിൽ ഒരു വലിയ വിടുതൽ കർത്താവ് നൽകി തരുവാനിടയായി തീരും. എന്നെയും നിങ്ങളെയും അലട്ടുന്ന പല വിഷയങ്ങളും 2026 യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പരിഹരിക്കപ്പെട്ടിരിക്കും. ഇന്ന് നീ അഭിമുഖീകരിക്കുന്ന, നിനക്ക് മുമ്പിൽ ഏറ്റവും വലിയ ചോദ്യചിഹ്നമായിരിക്കുന്ന വിഷയങ്ങളെ കർത്താവ് പരിഹരിച്ച് ഒരു വലിയ ദൈവിക സ്വസ്ഥതയിലേക്ക് നിങ്ങളെ നടത്തുന്ന വർഷമായി 2026 മാറും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ വർഷം ദൈവിക സ്വസ്ഥതയുടെയും ദൈവിക വിശ്രാമത്തിന്റെയും വർഷമായി മാറട്ടെ. കർത്താവ് അതിലേക്ക് നിങ്ങളെ നടത്തട്ടെ. യേശുവിന്റെ നാമത്തിൽ ഐ ഡിക്ലെയർ എ ഡിവൈൻ റെസ്റ്റ്